ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടരെ വിശേഷങ്ങൾ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. കോളേജൊക്കെ വിട്ട് വന്ന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെത്തിയ സമയത്ത് മുറ്റത്തിൻ്റെ 3 പാർസൽ കിടക്കുന്നുണ്ട്. 3 പാർസൽ കുറേ ആയിട്ട് ഞാൻ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊതുവേ ഞാൻ ഭയങ്കര ഷോപ്പഹോളിക്കാണ്. ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണുന്ന വേണമെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും ഞാൻ. അപ്പോൾ ഒരു ഷോപ്പഹോളിക്ക് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കാലത്തേക്ക് ഒരു സ്വഭാവം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അക്കൗണ്ടിലൊന്നും അങ്ങനെ പൈസ വെക്കില്ല. കാരണം എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി തോന്നും. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വരുന്ന പൈസയൊക്കെ ഞാൻ ഫൈക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഗായ്സ്, ഇപ്പം എന്താണെന്നറിയില്ല, വീണ്ടും എൻ്റെ ഷോപ്പഹോളിക് സ്വഭാവം ഉണർന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഓർഡർ ചെയ്ത കാര്യം തന്നെ ഞാൻ മറന്നിട്ടുണ്ട്. ഞാൻ കോളേജിലായ സമയത്താണ് ഡെലിവറി മാൻ എനിക്ക് ഡെലിവറി ബോയ് വിളിച്ചിട്ട് എവിടെയാണ് വീട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ലൊക്കേഷൻ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്താ ഓർഡർ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് ഓക്കെ, ഞാൻ ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് വെച്ച് കുറേ എണ്ണം കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 3 സാധനങ്ങൾ ഡെലിവർ ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ 3 സാധനങ്ങളാണ് ഇന്ന് ആക്ച്വലി ഡെലിവർ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോന്നും അൺബോക്സ് ചെയ്തിട്ട് എന്താണ് ഞാൻ ഓർഡർ ചെയ്തത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് വലിയ കവർ തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് എന്താ പറയുക, വലിയ ഹെവി ആയിട്ടൊന്നല്ല, എന്തൊക്കെയോ ചെറുതായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടിക്കുന്ന കവറിൻ്റെ സൗണ്ടിൻ്റെ ഇടയിൽ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിങ്ങനെ ആക്ച്വലി ഒരു പലാസോ പോലത്തെ ഒരു സ്കേർട്ടാണ് കേട്ടോ. ഒരു പലാസോ സ്കേർട്ടാണ് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ബ്ലാക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ബ്ലാക്ക് പിന്നെ എൻ്റെ അടുത്ത് 1-2 പലാസോ ബ്ലാക്കും ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ച്. ഇത് ആക്ച്വലി കാണുന്നുണ്ടല്ലോ അല്ലേ. ആക്ച്വലി ഇങ്ങനെ കണ്ടാൽ നമുക്ക് ചുരിദാർ ടോപ്പൊക്കെ ഇടാം, ചുരിദാർ നല്ല കുർത്തീസൊക്കെ ഇടാം. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടാൽ സ്കേർട്ടാണെന്നാണ് തോന്നുക. ബട്ട് ഇത് സ്കേർട്ടല്ല, അത് പലാസോ ആണ് കേട്ടോ. കണ്ടോ, പലാസോ സ്കേർട്ടാണ് ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇത് ക്ലോത്ത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ബനിയൻ ക്ലോത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് ക്ലോത്താണ്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഷീൻ വാഷബിളാണ്. ഞാൻ എപ്പോഴും നോക്കുക എന്താ പറയുക, എന്ത് ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴും മെഷീനിൽ വാഷ് ചെയ്യാൻ പറ്റുമോ, കളർ ഫെയ്ഡ് ആവുമോ, ചുരുങ്ങുമോ എന്നൊക്കെയുള്ള നോക്കുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമല്ല, അത് ഞാൻ വാങ്ങിച്ചിരിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ വേറെയും കളേഴ്സ് വാങ്ങിക്കണമെന്ന്. സോ ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വേറെ കളേഴ്സ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് കാണാം. അടുത്തത് ഇതാണ് കേട്ടോ കവർ. ഷാഡോ ഫാക്സ് ആണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഷാഡോ ഫാക്സ് കമ്പനി. ഇതിൽ 2 ഒരു ചങ്ങായും ഇത് വേറെ ചങ്ങായിയാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ അടുത്ത് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ടോപ്പാണേ. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ്. അയ്യോ, ഇതിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു സാധനം വീണു. യെസ്, ഇതിങ്ങനെ ഒരു വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗായ്സ് ആ ടോപ്പ് കേട്ടോ. ഇതാണ് ടോപ്പ്. ഓക്കെ, ഇതാണ് ടോപ്പ്. പിന്നെ ഇതിനിങ്ങനെ ഒരു വള്ളി വരുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ഇന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഈ ഒരു ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം അങ്ങനെ ഒരു വള്ളി ഉണ്ട്. ഈ വള്ളി ഒന്നുമില്ല, ജസ്റ്റ് ഹിപ്പിൻ്റെ ഇവിടെ ഇതിലിങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സുനാപ്പി. ആ സുനാപ്പിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളാമല്ലേ, കുഴപ്പമില്ല. പിന്നെ ഇത് നല്ല വീതി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വാങ്ങിക്കുമ്പോൾ നല്ല വീതിയിലാണ് വാങ്ങിക്കാറുള്ളത്. എനിക്ക് ടൈറ്റായിട്ട് ഇടാൻ ഇഷ്ടമില്ല, എന്താണെന്നറിയില്ല. പണ്ടൊക്കെ ഞാൻ ഭയങ്കര സ്റ്റൈലിഷായി നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു തള്ള ലുക്കിലൊക്കെ ആയി തോന്നുന്നു. അങ്ങനെ ഇതാണ് ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്ന്. ഇനി ഒരൊറ്റ ഐറ്റം കൂടെ ഉള്ളൂ, അതും കൂടെ കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇതാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് കേട്ടോ. യെസ്, ഇത് ആക്ച്വലി ഒരു സ്കേർട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ ഒരു സ്കേർട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഈ സ്കേർട്ട് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആക്ച്വലി ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്.
അയ്യോ അത് മിനി സ്കേർട്ടാണ് പഠിച്ചോനെ. ഇത് റിട്ടേൺ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇത് ആക്ച്വലി മിനി സ്കേർട്ടാണ് ഗൈസ്. ഇത് ആക്ച്വലി പണി കിട്ടും. ഇത് മിനി സ്കേർട്ടാണ് ഗൈസ്. ഇത് എന്താ പറയുക, ലെങ്ത് ഇല്ല. നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്യാൻ മാത്രമുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ ഇത് മിക്കവാറും റിട്ടേൺ ആക്കേണ്ടി വരും. അത്രയ്ക്ക് പരിഷ്കാരമൊന്നും ഞാൻ ആയിട്ടില്ല മിനി സ്കേർട്ടൊക്കെ ഇട്ട് നടക്കാൻ. മിനി സ്കേർട്ട് എന്ന് പറഞ്ഞോടാ ജസ്റ്റ് എന്താ പറയുക, നെരിയാണിൻ്റെ കുറച്ച് മുകളിലായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനത്തെ സാധനം ഞാൻ ഇടാത്തത് കൊണ്ട് ഇതെന്തായാലും റിട്ടേൺ ആക്കാൻ തീരുമാനിച്ചു. ബാക്കി 2 ഓക്കെയാണ്. ഇനി അത് ഇട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ആക്കണം. ഇതിൻ്റെ ടാഗ് പ്രൈസ് വരുന്നത് 1999 ആണ് കേട്ടോ. അതായത് 1999 ടാഗ് പ്രൈസ് വരുന്നത്. പക്ഷെ ഞാൻ അത് എത്രയൊക്കെ വാങ്ങിച്ചതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എൻ്റെ സൈസ് വരുന്നത് മീഡിയം ആണ് ഞാൻ എടുത്തത്. ഇപ്പോൾ മീഡിയം ആയതുകൊണ്ടാണോ സൈസ് കുറഞ്ഞേ, നോ ഐഡിയ. അപ്പോൾ ഗൈസ് ഇത്രയാണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.